ചെടികളും മരങ്ങളും ഏറെ ഇഷ്ടപ്പെട്ട നവാസ് തൻ്റെ നെസ്റ്റ് എന്ന മൺവീടിനു ചുറ്റും നട്ടുപിടിപ്പിച്ചത് നിരവധി ഫലവൃക്ഷ തൈകളാണ്. ആ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. വിഷമടിച്ച പച്ചക്കറികൾ വാങ്ങി കഴിക്കാതെ വീട്ടുപറമ്പിൽ നിന്നും പറിച്ചെടുത്ത് കഴിക്കുന്ന തരത്തിൽ അത്രത്തോളം ശ്രദ്ധയാണ് അദ്ദേഹം ആരോഗ്യകാര്യത്തിൽ പുലർത്തിയിരുന്നതും. വീട്ടിൽ അതിഥികളോ കൂട്ടുകാരോ വന്നാൽ അവർക്ക് പറമ്പിലെ പഴങ്ങൾ പറിച്ചെടുത്ത് കഴിക്കാൻ കൊടുക്കാനും അതൊക്കെ ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കാനുമൊക്കെ ഏറെ ഉത്സാഹവുമായിരുന്നു അദ്ദേഹത്തിന്. അത്തരത്തിൽ ചെടികളെയും മരങ്ങളെയും സ്നേഹിച്ച ഉപ്പയുടെ ഗബ്ബറിനരികെ മക്കൾ നട്ടത് വെളുത്ത പൂക്കളുള്ള ഒരു ചെടിയാണ്. ഒപ്പം ഉപ്പയുടെ കാൽക്കൽ മറ്റൊരു ചെടിയും നട്ടു. ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ് നവാസിന്റെ മൃതദേഹം സംസ്കരിച്ചത്. അവിടുത്തെ ഗബ്ബറിനരികിലേക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടവർ വരികയും കണ്ടു മടങ്ങുകയും ചെയ്യുന്നുണ്ട്. കൃഷിയോട് പ്രത്യേക താല്പര്യമുള്ള ആളുകളായിരുന്നു നവാസും ഭാര്യയും. അത് കണക്കിലെടുത്ത് തന്നെയാണ് വീട് വെക്കാൻ സ്ഥലം വാങ്ങിയതിനൊപ്പം ചുറ്റുമുള്ള 80 സെന്റ് സ്ഥലവും കൂടി വാങ്ങിയത്. മുൻപേയുള്ള നവാസിന്റെ ആഗ്രഹമായിരുന്നു അത്. അതിനൊപ്പം നിൽക്കുകയായിരുന്നു രഹ്ന. തുടർന്ന് പറമ്പിൽ ജാതി, അത്തി, നോനി തുടങ്ങിയ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. 14 വർഷം മുമ്പാണ് ആലുവ 4-ാം മൈലിലെ ഈ സ്ഥലം അദ്ദേഹം വാങ്ങിയത്. തുടർന്ന് ഏതാനും വർഷങ്ങൾക്കകം തന്നെ പഴങ്ങളും മാസങ്ങൾക്കകം തന്നെ അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളുമെല്ലാം ഇവിടെ നിന്നും ലഭിച്ചു തുടങ്ങിയിരുന്നു. എവിടെ പോയാലും ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഈ വീട്ടിലേക്ക് തിരിച്ചെത്താൻ കൊതിച്ചിരുന്ന നവാസിന് ഈ വീടിന്റെ തണുപ്പും തണലുമൊക്കെയായിരുന്നു ഏറെ ഇഷ്ടം. ഏത് കാലാവസ്ഥയിലും സുഖകരമായ അന്തരീക്ഷമാണ് ഇവിടെ. ലോകത്തെവിടെ പോയാലും വീട്ടിലേക്ക് തിരിച്ചെത്താൻ കൊതിക്കുന്ന മനസ്സാണ് മലയാളികൾക്ക്. വീട്ടിലെ പ്രിയപ്പെട്ടവരുണ്ടാക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് ആ മുറ്റത്തുകൂടെ ഒന്ന് നടന്ന് വീട്ടുകാരോട് വിശേഷങ്ങൾ പറഞ്ഞ് ചെലവഴിക്കുന്ന ആ സമയമായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അതുപോലൊരു മനസ്സായിരുന്നു നവാസിൻ്റേതും. അദ്ദേഹത്തെ സംബന്ധിച്ച് കുടുംബമായിരുന്നു എല്ലാം. എവിടെ പോയാലും വീട്ടിലേക്ക് ഓടിയെത്താൻ കൊതിച്ച നവാസ് അവസാനമായി ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആശിച്ചു മോഹിച്ചു പണിത ആലുവയിലെ ഗ്രാമീണ ഭംഗി നിറയുന്ന 80 സെന്റ് സ്ഥലവും മുന്നിലെ പാടവും അതിൻ്റെ ഒത്ത നടുവിൽ നിൽക്കുന്ന മൺവീടുമായിരുന്നു നവാസിന്റെ സ്വർഗം. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് വീടിനുള്ളിൽ അകപ്പെട്ടുപോയ ആ ദിവസങ്ങളിൽ നവാസ് നിരവധി ഷോർട്ട് ഫിലിമുകൾ പോലുള്ളവ നിർമ്മിച്ചിരുന്നു. 3 മക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ താരങ്ങളാക്കി നവാസ് ഒരുക്കിയ അത്തരം ഷോർട്ട് ഫിലിമുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. അതിലൊക്കെ പഴയകാല കുട്ടിക്കാല കളികളും പ്രകൃതിയുമെല്ലാമാണ് വിഷയമായി മാറിയിട്ടുള്ളതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.